നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസം നമ്മിലേക്ക് കടന്നു വരികയാണ്. ദുൽഹിജ്ജ മാസത്തിൽ നാം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ദുൽഹിജ്ജ മാസത്തിന്റെ ശ്രേഷ്ഠത, നാം ചെയ്യേണ്ട ഇബാദത്തുകൾ, ദുൽഹിജ്ജ മാസവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോവുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസം നമ്മിലേക്ക് കടന്നു വരികയാണ്. വലിയ ശ്രേഷ്ഠതയുള്ള, വലിയ പുണ്യമുള്ള മാസമാണ് ദുൽഹിജ്ജ മാസം. ഇസ്ലാം 4 മാസങ്ങൾക്ക് വലിയ മഹത്വം കൊടുത്തിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാസം കൂടിയാണ് ദുൽഹിജ്ജ മാസം. ആ ദുൽഹിജ്ജ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളാണ് ആദ്യത്തെ 10 ദിനങ്ങൾ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങൾ, ആ ദിനങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമാണ് മറ്റു ദിനങ്ങളെക്കാൾ എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനങ്ങൾ ഇബാദത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളാണ്. മറ്റു ദിനങ്ങളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ് ഇബാദത്ത് ചെയ്യാൻ ആദ്യത്തെ ആ 10 ദിനങ്ങൾ. ഹബീബായ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നതോ ജിഹാദ് ചെയ്യുന്നതോ നബിയെ? ആ സമയത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞത്? വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, ജിഹാദിനേക്കാൾ പ്രതിഫലം ആ 10 ദിനങ്ങളെ ഇബാദത്ത് ചെയ്യുന്നതിലുണ്ട് എന്ന്. അപ്പോ ജിഹാദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വലിയ പ്രയാസം നിറഞ്ഞതാണ്, വലിയ ബുദ്ധിമുട്ടുള്ളതാണ് ജിഹാദ് എന്ന് പറയുന്നത്. അപ്പൊ ആ ജിഹാദിനേക്കാൾ പ്രതിഫലം, അള്ളാന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നതിനേക്കാൾ പ്രതിഫലം ആദ്യത്തെ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളെ ഇബാദത്ത് ചെയ്യുന്നതിന് ഉണ്ട് എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമാണ് എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരാൾക്കൊഴികെ, ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഅ മിൻ ദാലിക ബിശൈഅ, അള്ളാന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് പോയി അവിടെ വെച്ചുകൊണ്ട് ഷഹീദായ ഒരാളൊഴികെ, ആ ഷഹീദിന്, സമ്പൂർണ്ണ ഷഹീദിന് വലിയ പ്രതിഫലമുണ്ട്. അവനിക്ക് ശേഷം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതാണ് എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഇബാദത്തുകളെ ഈ 10 ദിനങ്ങൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. ഈ ഹദീസിൽ നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നെന്ന് പറയുന്നത് മാമിൻ അയ്യാമിൻ എന്നതാണ്, അഥവാ ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ എല്ലാ ദിവസങ്ങളെക്കാളും മുമ്പിലാണ് ഈ 10 ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ. ഒറ്റ ദിവസവും മറ്റു ദിവസങ്ങളൊന്നും ഇതിന്റെ ഒപ്പം എത്തുകയില്ല എന്ന് നമുക്ക് ഈ മാമിൻ അയ്യാമിൻ എന്ന ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ 10 ദിവസങ്ങളിലെ അമലുകൾ അതീവ ശ്രേഷ്ഠമാണ്. അതിനേക്കാൾ ഉയർന്ന ഒരു കാര്യം സമ്പൂർണ്ണ ഷഹാദത്താണ്. അപ്പോ ഈ 10 ദിനങ്ങളിലെ ഇബാദത്ത്, സൽക്കർമ്മം, വലിയ പ്രതിഫലം, വലിയ മഹത്വം നമുക്ക് കരസ്ഥമാക്കാൻ സാധ്യമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല എന്നെന്റെ പ്രിയപ്പെട്ടവരോട് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. എത്ര പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് ഓഫർ നൽകുന്നത്! വമ്പിച്ച പ്രതിഫലം അള്ളാഹു നമുക്ക് ഈ 10 ദിനങ്ങളെ ഇബാദത്ത് ചെയ്താൽ ഓഫർ നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, എന്തുകൊണ്ടാണ് ഇത്രയേറെ ശ്രേഷ്ഠത ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങൾക്ക് വരാൻ കാരണം? മഹാനായ ഇമാം അസ്ഖലാനി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, ഫത്ഹുൽ ബാരിയിൽ കാണാൻ സാധിക്കും, വല്ലദീ യദ്ഹറു അന്ന സബബ ഫീ ഇംതിയാസിൽ അശ്രി ദിൽഹിജ്ജ, ഈ ദിൽഹിജ്ജ 10 ദിനങ്ങൾക്ക് ഇത്രയേറെ മഹത്വം, ഇത്രയേറെ വണ്ണമുള്ള മഹത്വം ഉണ്ടാകാൻ കാരണം എന്താണ്? ഞാൻ എന്റെ ഗവേഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ലി മക്കാനി ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദത്തി ഫീ, ഈ ദിവസങ്ങളിലാണ് ഉമ്മഹാത്തിൽ ഇബാദത്തുകൾ, എല്ലാ സൽക്കർമ്മങ്ങളും, എല്ലാ ഇബാദത്തുകളും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഇബാദത്തുകളും ഈ ദിവസങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് മഹാനായ ഇമാം അസ്ഖലാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുകയാണ് ഫത്ഹുൽ ബാരിയിൽ. വഹിയ സലാത്തു, നിസ്കാരമുണ്ട്, നിസ്കാരം ആ ദിവസങ്ങളിലുണ്ട്. പെരുന്നാൾ നിസ്കാരം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് നിസ്കാരം, പെരുന്നാൾ നിസ്കാരമുണ്ട്. വഹിയ സിയാമു, ആ ദിവസങ്ങളിൽ എന്തിന്റെ നോമ്പുണ്ട്. ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പെടുക്കൽ വലിയ പ്രാധാന്യമുണ്ട്, വലിയ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ സദഖത്തു, സ്വതക്കയുണ്ട്, ഉളിയത്തുണ്ട്, ഉളിയത്തരത്തിൽ നമ്മൾ സ്വതക്ക കൊടുക്കുന്നതിന്റെ മാംസം. അതുപോലെ തന്നെ വല്ല ഹജ്ജുമുണ്ട്. നമ്മൾ മനസ്സിലാക്കണം,
ഇസ്ലാമിലെ അതിപ്രധാനപ്പെട്ട എല്ലാ സൽക്രമങ്ങളും ഒരുമിച്ച് കൂടുന്ന ഈ 10 ദിനങ്ങൾ മറ്റു ദിനങ്ങളിൽ അത് നമുക്ക് കാണാൻ സാധ്യമാകുകയില്ല. ആ മറ്റു ദിനങ്ങളെക്കാൾ വലിയ പ്രാധാന്യമാണ് ഈ ദുൽഹിജ്ജയുടെ 10 ദിനങ്ങൾ. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. ഇബാദത്തുകൾ നമ്മൾ കൂടുതൽ കൂടുതൽ ചെയ്യണം, സൽക്കർമ്മങ്ങൾ നമ്മൾ കൂടുതൽ കൂടുതൽ ചെയ്യണം. ആ ദിവസങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ ദിവസങ്ങൾ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഉളിയത്ത് ഉദ്ദേശിക്കുന്നവർ എന്ത് ചെയ്യണം? ആ മാസം തുടങ്ങുന്നതിന് മുമ്പ് മുടിയും നഖമൊക്കെ നീക്കണം. ഉളിയത്തിന് വേണ്ടി അത് കരുതിയവർ, സുന്നത്തായ ഉളിയത്തിന് നേർച്ചയാക്കിയ ഉളിയത്തോ എങ്ങനെയാണെങ്കിലും അതിന് ഉളിയത്തിന് ഉദ്ദേശിക്കുന്നവർ എന്ത് ചെയ്യണം? മുടിയും നഖവും ഒക്കെ ദുൽഹിജ്ജ ആകുന്നതിന് മുമ്പ്, ദുൽഹിജ്ജയിലേക്ക് മാസത്തിലേക്ക് കടക്കുന്നതിന് മുമ്പൊക്കെ നീക്കുക. ദുൽഹിജ്ജ കടന്നാൽ പിന്നെ അറവ് വരെ മുടിയും നഖവും ഒന്നും നീക്കാൻ പാടില്ല. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പ്രധാനമായിട്ട് നാം ചെയ്യേണ്ട, ഈ ദുൽഹിജ്ജ മാസത്തിൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പെടുക്കൽ വലിയ സുന്നത്തുണ്ട്, വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ റംളാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഉണ്ടാകും, ഖളാ ആയി പോയ നോമ്പുകൾ ഉണ്ടാകും. അതൊക്കെ ഈ ദിനങ്ങൾ എടുത്തു വിട്ടാം. അതുപോലെ തന്നെ ആ സുന്നത്തായ നോമ്പും നിലനിർത്തുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഇനി ഉളിയത്തിന് ഇനിയും കരുതാത്തവർ, ഉളിയത്തിന്റെ ഷെയറൊന്നും ഇനിയും വാങ്ങിയിട്ടില്ലാത്തവർ അതിന് പ്രത്യേകം അതിനുവേണ്ടി തയ്യാറാകണം. അത് വലിയ മഹത്വമുള്ളതാണ്, നമ്മൾ മനസ്സിലാക്കണം. വലിയ പുണ്യമുള്ളതാണ്. നമ്മൾ വാഹനമില്ലാതെ ഒരു സ്ഥലത്ത് കുടുങ്ങിപ്പോയി, ഒരു സ്ഥലത്ത് എന്തായി വാഹനമില്ലാതെ നമ്മൾ എന്തായി പെട്ടുപോയി. ആ സമയത്ത് പെട്ടെന്ന് വാഹനം കിട്ടുമ്പോൾ നമുക്ക് എത്ര സന്തോഷമുണ്ടാകും. അതുപോലെയാണ് നാളെ ഖിയാമത്ത് നാളിൽ നമുക്ക് നമ്മുടെ വാഹനമാണ് ഉളിയത്തിന്റെ ആ മൃഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉളിയത്തിന് സാമ്പത്തികമായ ശേഷിയുള്ളവർ തയ്യാറാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഉളിയത്തിന്റെ മസ്അലകളുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്ലാസ് നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോ പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഉളിയത്തിന്റെ മൃഗത്തെ വാങ്ങിയവർ അതിനെ നന്നായിട്ട് സംരക്ഷിക്കണം. അത് മതപരമായിട്ടുള്ള ബാധ്യതയാണ്. ആ മൃഗത്തിന് നന്നായി ഭക്ഷണം കൊടുത്ത് അതിന്റെ എല്ലാ പരിചരണങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. അത് ഇത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മെ എല്ലാവരും അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം എന്ന വസിയത്തോടെ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.